ആഴ്ചകൾക്ക് മുൻപ് ഡൊറോത്തി തന്റെ ട്രക്ക് വിൽപ്പനയ്ക്ക് വെച്ചു. ആദ്യം വന്നത് അയൽവക്കക്കാരനായ ഗാരറ്റ് ആയിരുന്നു. ട്രക്ക് വാങ്ങാനല്ല, പരിഹസിക്കാൻ. അയാൾ ട്രക്കിനു ചുറ്റും നടന്നതിനു ശേഷം പിന്നിലെ ടയറിൽ കാൽ കൊണ്ടടിച്ചു. ഇതിനാരെങ്കിലും പണം തരുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചു. അയാൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വലിച്ചൂരി കയ്യിൽ പിടിച്ചു. വലിയ നാണക്കേടാണ്. ഏതായാലും വാൾട്ടർ പോയി. ഇനി ഈ വണ്ടിയും കൂടെ ഉപേക്ഷിച്ചു കളയും. ഡൊറോത്തി പ്രഹരമേറ്റതുപോലെ അത് കേട്ടുനിന്നു. ചുറ്റുമുണ്ടായിരുന്നവർ കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നു. ആരും തടഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞുമില്ല. സ്ക്രാപ്പ് യാർഡിൽ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഗാരറ്റ് ആ ബോർഡ് തിരികെ വെച്ചപ്പോൾ ഫ്രെയിം ഒന്നാകെ കുലുങ്ങി. അയാൾ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ഡൊറോത്തി ഏകയായി നിന്നു, ഡ്രൈവറുടെ വാതിലിൽ കൈവച്ച്. 31 വർഷങ്ങൾക്ക് മുൻപ് വാൾട്ടർ എഴുതിയ മഞ്ഞ അക്ഷരങ്ങളിൽ അവർ തടവുന്നുണ്ടായിരുന്നു. വാൾട്ടേഴ്സ് കിച്ചൻ. അയാളുടെ കൈയെഴുത്ത്, അയാളുടെ സ്വപ്നം, അയാളുടെ ഹൃദയം. വാൾട്ടർ 2 വർഷം മുൻപ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം ആ ട്രക്ക് ഒരിക്കലും ഓടിയില്ല. ഡൊറോത്തി അതിൽ ഒരു മാറ്റവും വരുത്തിയില്ല, അതിലെ അക്ഷരങ്ങളിലെ പാടുപോലും. ചില രാവിലെകളിൽ അവർ ഒരു കപ്പ് കാപ്പിയുമായി ബമ്പറിൽ പോയിരിക്കും. അപ്പോൾ അവർക്ക് വാൾട്ടറുടെ സാമീപ്യം അനുഭവപ്പെടും. അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. വാൾട്ടർ 2 വർഷം മുൻപ് മരിച്ചു. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? അവർ ചോദിച്ചു. ചെറുപ്പക്കാരൻ സങ്കടത്തോടെ തലകുനിച്ചു നിന്നു. അയാളുടെ പേര് ആൻഡ്രേ. 20 വർഷങ്ങൾക്ക് മുൻപ് ബാലനായിരുന്നപ്പോൾ മിക്ക ദിവസങ്ങളിലും അവൻ പട്ടിണിയായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ വാൾട്ടർ അവന് ഭക്ഷണം നൽകി. പിന്നീടുള്ള ദിവസങ്ങളിലും അത് തുടർന്നു. ഏകദേശം 2 വർഷം. അയാൾ ഒരിക്കലും പണം വാങ്ങിയില്ല. അവനെ ചെറിയവനായി കണക്കാക്കിയതുമില്ല. വാൾട്ടർ ഇതാരോടും പറഞ്ഞില്ല. എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം തന്നു. അതായിരുന്നു എനിക്കെല്ലാം. ഇത് കേട്ട ഡൊറോത്തിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആൻഡ്രേ ആ ട്രക്ക് വാങ്ങി. ഡൊറോത്തി ആവശ്യപ്പെട്ടതിന്റെ 4 ഇരട്ടി പണവും നൽകി. അയാൾ ആ ട്രക്ക് പുതുക്കി. ഓരോ ഭാഗത്തിനും പുതിയ നിറം നൽകി. വാൾട്ടറിന്റെ മഞ്ഞ കൈയക്ഷരങ്ങൾ അതുപോലെ തന്നെ പുതുക്കി എഴുതി. പിന്നീട് ട്രക്ക് ഡൊറോത്തിയുടെ വീട്ടിലെത്തിച്ചതിനു ശേഷം ഒരു കുറിപ്പ് നൽകി. നിങ്ങൾ ഇതൊരിക്കലും വിട്ടുകൊടുക്കേണ്ടതില്ല. വാൾട്ടറിന്റെ പേര് ഈ ലോകം അറിയണം. ഗാരറ്റ് തന്റെ വീടിന് മുന്നിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ചിലർ ജീവിതകാലമത്രയും ചെയ്തതൊക്കെ വിളിച്ചു പറയാൻ ശ്രമിക്കും, പക്ഷേ ഒന്നും നിലനിൽക്കില്ല. വാൾട്ടർ ആരോടും ശബ്ദമുയർത്തിയില്ല. പക്ഷേ അയാൾ കടന്നുപോയതിനു ശേഷവും അയാളുടെ പേര്